നമ്മൾ ഉറങ്ങിപ്പോയാൽ നമ്മൾ ആ ഉറക്കത്തിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇവിടെ മനസ്സിൻ്റെ ചലനങ്ങളെല്ലാം നിലച്ചു. അപ്പോൾ ദൃശ്യാനുഭവങ്ങളൊന്നുമില്ല. പക്ഷേ മനസ്സിൻ്റെ സൂക്ഷ്മവൃത്തിയായ ബുദ്ധി അവിടെയുണ്ട്. ആ ബുദ്ധിയാണ് ഈ ശൂന്യതയെ നമുക്ക് അനുഭവിപ്പിച്ചു തരുന്നത്. ഇപ്പോൾ ഈ ശൂന്യതയുടെ അനുഭവം അതിസൂക്ഷ്മമായ ബുദ്ധിയുടെ സഹായത്താൽ ഒരു വ്യക്തി നേടുന്നു. ഈ ശൂന്യത ബുദ്ധിയുടെ സഹായത്താൽ അനുഭവിക്കുന്നതാണ് എന്നുള്ളത് ശരി. പക്ഷേ ഈ ബുദ്ധി ആരുടെ ബുദ്ധി? വല്ലവൻ്റെയും ബുദ്ധിയാണോ? അല്ല, എൻ്റെ ബുദ്ധിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ ആര്? ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയെ തൻ്റെ തന്നെ ഉള്ളിലുള്ള ആ ഞാനിലേക്ക് തിരിച്ചു വിടാനുള്ള ഒരു പ്രയത്നമാണ് ഈ സമാധി പരിശീലനം എന്ന് പറയുന്നത്. ശ്രദ്ധ തന്നിലാവണം. താനല്ലാത്ത മറ്റൊന്നിൽ ശ്രദ്ധ പതിഞ്ഞാൽ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് ദ്രഷ്ടാവിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിച്ചാൽ അപ്പോൾ മാത്രമാണ് ഞാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ്, അല്ലെങ്കിൽ എന്താണ്, ഞാനിനെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ആ സമാധി വേളയിലാണ് ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുക. ഞാനിലേക്ക് ശ്രദ്ധ തിരിഞ്ഞാൽ ബുദ്ധി ലയിച്ചു പോയിട്ടില്ല, മറന്നു പോണ്ട. ബുദ്ധി സൂക്ഷ്മമായി അവിടെ തന്നെ ബാക്കിയുണ്ട്. ഉറക്കത്തിൽ നമ്മുടെ ബുദ്ധി ഉൾപ്പെടെ എല്ലാം ലയിച്ചു പോകുന്നു. സമാധിയിൽ അത് സംഭവിക്കുന്നില്ല. അതിസൂക്ഷ്മമായ ബുദ്ധി അവിടെ ലയിക്കാതെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മെ അറിയിച്ചു തരാൻ തയ്യാറായി നിൽക്കുന്നു. ആ സൂക്ഷ്മമായ ബുദ്ധിയാണ് ഞാൻ ആത്മാവാണ് എന്നുള്ള അറിവ് ഉണ്ടാക്കി തരുന്നത്. ഇപ്പം ഈ ആത്മതത്വം മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കൊക്കെ അപ്പുറത്തുള്ളതാണ് എന്ന് പറയുമ്പോഴും അതിസൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് അറിയേണ്ടതാണ് ഈ ആത്മതത്വം എന്നും ഉപനിഷത്തുകൾ പറയുന്നു. ഈ പരസ്പര വിരുദ്ധങ്ങളായ പ്രസ്താവനകളെ നമ്മൾ എങ്ങനെ യോജിപ്പിക്കും, എങ്ങനെ പൊരുത്തപ്പെടുത്തും? ഇപ്പോഴത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഈ ആത്മാവിനെ അറിയാൻ പറ്റില്ല. പക്ഷേ ഏകാഗ്രപ്പെട്ട ബുദ്ധി, സൂക്ഷ്മമാക്കപ്പെട്ട ബുദ്ധി, ആത്മാവിലേക്ക് ശ്രദ്ധ തിരിഞ്ഞ ബുദ്ധി, ആ ബുദ്ധി കൊണ്ട് ആത്മതത്വത്തെ വ്യക്തമായി അറിയാൻ പറ്റും. അറിവ് ബുദ്ധിയുടെ സാന്നിധ്യത്തിലേ സംഭവിക്കൂ. ബുദ്ധിയില്ലാതെ അറിയാൻ പറ്റില്ല. അല്ല, ആത്മാവ് മാത്രം പോരെ അറിയാൻ. ആത്മാവ് അറിവ് സ്വരൂപമാണ്. ഞാൻ ആത്മാവാണ് എന്ന അറിവ് ബുദ്ധിയിൽ അധിഷ്ഠിതമാണ്. ആ ബുദ്ധി നമ്മുടെ ഇപ്പോഴത്തെ ബുദ്ധിയല്ല. അത് സൂക്ഷ്മമാക്കപ്പെട്ട ബുദ്ധിയാണ്, ഏകാഗ്രപ്പെടുത്തപ്പെട്ട ബുദ്ധിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് സാധിക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ നിരന്തരമായ പ്രയത്നത്തിലൂടെ ഈ ചിത്തവൃത്തികളെയൊക്കെ നിരോധിച്ച് ബുദ്ധിയെ ലയിക്കാൻ അനുവദിക്കാതെ ഈ ചിത്തവൃത്തികൾ നിരോധിക്കപ്പെടുമ്പോൾ ഉറക്കം പോലെയുള്ള ഒരവസ്ഥ ഉണ്ടാവാനുള്ള സകല സാധ്യതയുമുണ്ട്. അതിനെയാണ് മനസ്സിൻ്റെ ലയം എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരുണ്ട്, കഷായാവസ്ഥ. കഷായം കുടിക്കുമ്പോഴുള്ള അവസ്ഥയല്ല, മനസ്സിൻ്റെ കഷായാവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ വിശേഷിച്ച് ഒന്നും കാണാനോ കേൾക്കാനോ രുചിക്കാനോ മണക്കാനോ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവം ഒന്നുമില്ല. മനസ്സ് എന്തിനെങ്കിലും സങ്കല്പിക്കുന്നുണ്ടോ, എന്തിനെങ്കിലും ധ്യാനിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ചിത്തവൃത്തികൾ അപ്പാടെ സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥ. ആ അവസ്ഥ അത്യന്തം സുഖം നൽകുന്ന അവസ്ഥയാണ്. ഏതാണ്ട് സുഷുപ്തി പോലെയുള്ള അവസ്ഥയാണ്. നമ്മൾ അല്പം ജാഗ്രത കുറവ് കാണിച്ചാൽ, നമ്മൾ അല്പം അശ്രദ്ധ കാണിച്ചാൽ ഈ ലയം എന്നുള്ള അല്ലെങ്കിൽ കഷായം എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ ബുദ്ധി ഉൾപ്പെടെ ലയിച്ചു പോകും. അത് സുഖത്തിൽ നമ്മൾ രമിക്കാൻ തുടങ്ങുമ്പോഴാണ്.
ആ സുഖം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അതിൽ ഒരു താല്പര്യം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഭ്രമിച്ചു പോകരുത് എന്നാണ്. ആ അവസ്ഥയിൽ അതിദിവ്യമായ, നമ്മൾ ഇന്ന് വരെ അനുഭവിക്കാത്ത, ഉറക്കത്തിൽ അനുഭവപ്പെടുന്നതിനേക്കാളും ഉയർന്ന ഒരു സുഖം ആ അവസ്ഥയിലുണ്ടാകും. പക്ഷേ ആ സുഖത്തെ നിങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കരുത്. അത് ജ്ഞാനത്തെ തടസ്സപ്പെടുത്തുന്ന മായയുടെ അവസാനത്തെ അടവാണ്. നാസ്വാദയേ സുഖം തത്ര. ഇതൊരു മുന്നറിയിപ്പാണ്. സമാധി പരിശീലിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന കർശനമായ താക്കീതാണ്. മനസ്സ് ലയിച്ചു പോകുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സുഖം അനുഭവപ്പെടും. ആ സുഖത്തിൽ നിങ്ങൾ രമിച്ചു പോകരുത്. ആ സുഖത്തെ ആസ്വദിക്കാൻ തയ്യാറാവരുത്. അപ്പോൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ, ആ സുഖത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഈ സുഖം ആരാണ് അനുഭവിക്കുന്നത്, ഈ സുഖത്തെ അനുഭവിക്കുന്നത് ആര്, ആർക്കാണ് ഈ സുഖം എന്ന് ആ ഞാനിലേക്ക് തന്നെ ശ്രദ്ധയെ തിരിച്ചുവിട്ടാൽ, ട്രാഫിക്കിലൊക്കെ പോലീസുകാരൻ ട്രാഫിക് ഡൈവേർഷൻ തിരിച്ചുവിടുന്നില്ലേ? വണ്ടി എന്തായാലും ഓടണം. റോഡിൽ കൂടെ വരുന്ന വണ്ടികൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാം നിർത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് കന്യാകുമാരി വരെ റോഡിൽ വണ്ടി നിൽക്കും. ഇപ്പോൾ വഴിതിരിച്ചു വിടണം. എന്തിന്? ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതാക്കാൻ. അല്ലാതെ വലിയ ബ്ലോക്ക് ഉണ്ടാക്കി തീർക്കുകയല്ല. അപ്പോൾ ശ്രദ്ധ എപ്പോഴും വേണം. പക്ഷെ അത് ഏതിലാവണം എന്നുള്ളതിനാണ് പ്രാധാന്യം. ഈ സുഖത്തെ അനുഭവിക്കാൻ തയ്യാറാകുന്ന ആ ഞാനിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുമ്പോൾ ആ സുഖം അനുഭവിക്കണം എന്നുള്ള ആ ആഗ്രഹം, ഇതൊക്കെ മായയുടെ കളിയാണ്. അതിനെയും നമ്മൾ അതിജീവിക്കും. ഞാനിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടും. അപ്പോൾ ജ്ഞാനം പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ വ്യക്തമായി പ്രകാശിക്കാൻ ആരംഭിക്കും. ആ സമാധി അവസ്ഥയിൽ മാത്രമാണ് ജ്ഞാനം പ്രകാശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വ്യക്തിയല്ല, ഞാനൊരു വസ്തുവുമല്ല, ഞാൻ ജനിച്ചവനല്ല, എനിക്ക് കുടുംബമോ കുട്ടികളോ ഒന്നുമില്ല, ഞാൻ ഒരു ജീവനേ അല്ല, ഞാൻ പരമാത്മാവാണ്, ഞാൻ ഭഗവാനാണ്, ഞാൻ ഈശ്വരനാണ്, ഞാൻ പരബ്രഹ്മമാണ് എന്ന അറിവ് അയാളുടെ ഉള്ളിൽ പ്രകാശിക്കും. അതോടുകൂടെ അയാളുടെ സകല ദുഃഖങ്ങളും സകല ബുദ്ധിമുട്ടുകളും എല്ലാം തീർന്നു കിട്ടും. കാരണം ഞാൻ ഈശ്വരനാണ്. ഈശ്വരന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം എങ്ങനെ തീർക്കും? അദ്ദേഹം പരമാനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന തൻ്റെ സ്വരൂപം തന്നെ ആനന്ദമാണ്. അങ്ങനെയുള്ള ബ്രഹ്മസ്ഥിതിയിലാണ് ത്രിമൂർത്തികൾ പോലും കഴിയുന്നത്. അവർക്ക് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പ്രത്യേകം തൊഴിലുകളുണ്ട്. പക്ഷേ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവിലാണ് ത്രിമൂർത്തികൾ പോലും നിൽക്കുന്നത്. ശുകൻ, വേദവ്യാസൻ, നാരദൻ, ഇങ്ങനെയുള്ള ഭക്തന്മാർ എന്ന് നമ്മൾ കരുതുന്നവരും ഋഷിമാർ എന്ന് നമ്മൾ അംഗീകരിച്ചവരുമായ വ്യക്തികൾ, ഇവരെല്ലാം ബ്രഹ്മനിഷ്ഠയിലാണ് കഴിയുന്നത്. അതായത് ഞാൻ ഒരിക്കലും ഒരു ജീവനല്ല, ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്, ബ്രഹ്മമാണ്, ഈ ഭാവത്തിലാണ് നിൽക്കുന്നത്. അര സെക്കൻഡ് പോലും ഈ സത്യത്തെ മറന്ന് അവർ കഴിയുന്നില്ല. നിമേഷാർദ്ധം നതിഷ്ഠന്തി ബ്രഹ്മാദ്യാ സനകാദ്യാ ശുഗാദയ. ബ്രഹ്മാവ് തുടങ്ങിയവർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. സനകാദികൾ എന്ന് പറഞ്ഞാൽ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ, ഈ 4 മഹർഷിമാർ. ഇവരാണ് ദക്ഷിണാമൂർത്തിയുടെ അടുത്ത് ജ്ഞാനം നേടാനായി, ആത്മജ്ഞാനം സമ്പാദിക്കാനായി ദക്ഷിണാമൂർത്തിയുടെ മുമ്പിൽ ചെന്നിരുന്നത്. ആ സനകാദികളും എപ്പോഴും ബ്രഹ്മത്തെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ശുകാദ്യാഹ, ശുകമഹർഷി പോലെയുള്ള അനേകം മഹർഷിമാർ, അവർ ഒരിക്കലും തന്നെ ഒരു ജീവനാണ്, ഒരു വ്യക്തിയാണ്, സ്ത്രീയാണ്, പുരുഷനാണ്,
അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ഒരു തത്വമാണ് ഞാൻ. ഈ ഭാവത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ കൂട്ടരെല്ലാം തന്നെ. ഇപ്പം ജാഗ്രത് സ്വപ്നയോർ അന്ധഃകരണ സാക്ഷിതയാ സുഷുപ്താവ് അജ്ഞാന സ്വാപാധി സാക്ഷിതയാ. സുഷുപ്തിയിൽ ഈ ആത്മാവ് എന്തിൻ്റെ സാക്ഷിയായി വർത്തിക്കുന്നു? അജ്ഞാനത്തിനും ഉറക്കം എന്ന അനുഭവത്തിനും സാക്ഷിയായി വർത്തിക്കുന്നു. ഉറക്കം എന്നുള്ള അനുഭവം സുഖകരമായ ഒന്നാണ്. ഉറങ്ങാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? സത്സംഗത്തിൽ ഒരാൾ തൊള്ള തുറന്ന് സംസാരിക്കുമ്പോൾ പോലും ഉറക്കത്തിനും പ്രാധാന്യം മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തികൾ, അത് തന്നെ ഈ സത്സംഗത്തെക്കാളും ഉയർന്നതാണ് ഉറക്കം. ഇത് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ സുഖം ഉറങ്ങുമ്പോൾ കിട്ടുന്നു എന്ന സത്യം അവർ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ? മനസ്സിലാക്കിയോ ഇല്ലയോ? ബുദ്ധി ക്ഷീണിച്ചില്ലെങ്കിലും ഞാൻ സാറിനോട് പന്തയം വയ്ക്കാം. നല്ല പോലെ ഉറങ്ങിയിട്ട് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്നിരുത്തു. 10 മിനിറ്റിൽ ഞാൻ അയാളെ ഉറക്കി കാണിച്ചു തരാം. ക്ഷീണമല്ല, അത് ഉള്ളിലെ തമസാണ്. ഉള്ളിലെ തമസാണ്. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഉറക്കം വരുന്നതെന്ന് അറിയാമോ? സാറ് പറഞ്ഞത് ചെയ്യണം. ശരീരം ക്ഷീണിക്കുമ്പോൾ ഉറക്കം വരും. കാരണം ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ്. പക്ഷേ ഈ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ ശരീരം എങ്ങനെ വിശ്രമം അനുഭവിക്കും? അതുകൊണ്ട് മനസ്സ് തന്നെ ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോവുകയാണ്. അതാണ് ഉറക്കം. മനസ്സ് വിശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം ഒരിടത്ത് കിടക്കുകയേ ഉള്ളൂ. നമുക്ക് കർമ്മമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ഷീണം ഉറക്കത്തിന് ഒരു കാരണമാണ്. ഇനി ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ പോലും മനുഷ്യർ ഉറങ്ങാറുണ്ട്. ഒരു അധ്യാപകൻ്റെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന കുട്ടികൾ, അവർക്ക് ക്ഷീണത്തിൻ്റെ ഒന്നുമില്ല പ്രശ്നം. രാവിലെ ഫ്രഷായിട്ട് ആഹാരമൊക്കെ കഴിച്ച് ഒന്നാമത്തെ പീരീഡ് ക്ലാസ് തുടങ്ങിയ ഉടൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന മൊത്തം ആശാന്മാർ കിടന്നുറങ്ങിയാണ്. ശ്രവിച്ച് എന്നുള്ളത് ശരി, ഫോളോ ചെയ്യാൻ പറ്റാതെ എന്ന് പറഞ്ഞത് മാത്രം ഞാൻ എടുക്കാം. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ബുദ്ധിക്ക് ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബുദ്ധി സ്തബ്ധമായി പോകുന്നു. ബുദ്ധി, അതായത് നമ്മളെ കമ്പ്യൂട്ടറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ ഷട്ട് ഡൗൺ. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാം. ഓട്ടോ ഷട്ട് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 5-10 മിനിറ്റ് അതിനൊരു ടൈമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാതിരുന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആവും. ഷട്ടർ തനിയെ വീഴുന്നത് പോലെ ഷട്ടർ തുറന്നിരുന്നാലേ ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം ഉള്ളിലേക്ക് പ്രവേശിക്കും. ഷട്ടർ താത്തി കളയും. ആര്? ഉള്ളിലിരിക്കുന്നവൻ. ഉള്ളിലിരിക്കുന്ന, അതായത് നീ കേട്ടത് മതി, ഇതിനപ്പുറം കേൾക്കാനുള്ള ത്രാണി നിനക്കില്ല, നിന്റെ ബുദ്ധി അത് ഉൾക്കൊള്ളത്തില്ല എന്ന് ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെ ഷട്ടർ ഇടുകയാണ്. പക്ഷേ അത് സുഖകരമായ ഒരവസ്ഥയാണ്. ഈ കേട്ട് മനസ്സിലാകാതെ വിഷമിക്കുന്നതിനേക്കാളും കേൾക്കാതെ മനസ്സിലാക്കാതെ സുഖം അനുഭവിക്കുന്നതല്ലേ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥ. മനസ്സിലാകുമ്പോൾ ഒരു സുഖമുണ്ട്, പക്ഷെ മനസ്സിലാകാതെ ഉറങ്ങുമ്പോൾ അതിനേക്കാളും കൂടുതൽ സുഖമുണ്ട്. ഇല്ലയെന്ന് നിങ്ങൾ പറയരുത്. ഞാനും ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ സത്സംഗത്തിൽ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഇരുന്നിട്ടുണ്ട്. ഞാനും ഉറങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഒരു സദസ്സിലും പറയാത്ത ഒരു രഹസ്യമാണ്. ഞാനെന്തോ എന്താ സംശയം അതിൽ? അതേ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധി ഈ പറയുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ വിഷമിക്കും. മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ അവനൊരു വഴിയുണ്ട്, അവൻ ലയിച്ചു പോകും. ഇനിയിപ്പോൾ വിഷമമില്ലല്ലോ. ലയിച്ചു പോയി കഴിഞ്ഞാൽ വിഷമമില്ലല്ലോ. മനസ്സ് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ. അതുകൊണ്ട് അവൻ എളുപ്പവിദ്യ നോക്കും, ഷോർട്ട് കട്ട്, സുഖം നേടാൻ. ഈ ജ്ഞാനം, ഇതൊക്കെ സത്സംഗത്തിലൊക്കെ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവസാനം നേടേണ്ടത് സുഖം, ആനന്ദമാണല്ലോ. അത് ഉറക്കം കൊണ്ട് കിട്ടുന്നുവെങ്കിൽ അതല്ലേ നല്ലത്. സുഖം കിട്ടും, അറിവ് കിട്ടില്ല. ഉറക്കത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സുഖം,
ആനന്ദം മാത്രമാണ്. ഞാൻ ആത്മാവാണ് എന്ന അറിവ് അല്ലെങ്കിൽ തിരിച്ചറിവ് ഒരിക്കലും ഉറക്കത്തിലൂടെ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഉറങ്ങാതെ കേൾക്കുന്നവർക്ക് മാത്രമേ ഈ ജ്ഞാനം സിദ്ധിക്കുകയുള്ളൂ. അറിവ്, ഈ ബുദ്ധിയിലാണ് ഈ അറിവ് പ്രകാശിക്കേണ്ടത്. അറിവ് വാക്കുകളിലൂടെയാണ് ഒരാളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. ഭഗവാൻ കർണങ്ങളിലൂടെയാണ് പ്രവേശിക്കുന്നത് എന്ന് ഭാഗവതത്തിൽ ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട്. ഈശ്വരൻ എങ്ങനെയാണ് ഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നത് എന്ന് അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഭക്തി ഉണ്ടാവുന്നത്, ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിക്കുന്നത് ചെവി വഴിയാണ് എന്ന് പറഞ്ഞാൽ സത്സംഗത്തിലും മറ്റും ഇരുന്ന് ഭഗവത് തത്വം എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ ശ്രവണത്തിലൂടെയാണ് ഭഗവാൻ ഉള്ളിലേക്ക് കടന്ന് ആ ഭക്തിഭാവം ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണ് പോയാലും കുഴപ്പമില്ല, കാഴ്ചശക്തി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ചെവി ശ്രവണശക്തി നഷ്ടപ്പെടരുതേ എന്ന് പ്രാർത്ഥിച്ചോളൂ. കേൾക്കാൻ പറ്റണമല്ലോ, കാസറ്റോ CD-യോ ഒക്കെ ഇട്ട് കേൾക്കണമെങ്കിൽ ശ്രവണശക്തി ഉണ്ടെങ്കിലല്ലേ പറ്റൂ. ഈ ആത്മാവിനെ കണ്ണുകൊണ്ട് കണ്ടല്ലല്ലോ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവസാനം വരെ എൻ്റെ ശ്രവണശക്തി നിലനിർത്തി തരണേ, അല്ലെങ്കിൽ അത് ഞാൻ പൂർണ്ണമായ ഒരു ബധിരനായി മാറാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചോളുക. നല്ലത് കേൾക്കാൻ കഴിയണം അവസാന കാലം വരെ. ഈ ആത്മാവിനെ കുറിച്ചുള്ള വർണ്ണനകൾ, വിവരണങ്ങൾ അത് കേൾക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ലഭിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊള്ളുക. പക്ഷേ ശ്രവണം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത്രയും കാലം കേട്ടിട്ടും ഇനിയും കേൾക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ വേണ്ടവണ്ണം കേട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കേൾക്കൂ, ആവർത്തിച്ച് കേൾക്കൂ. ഈ ആത്മതത്വത്തെക്കുറിച്ച് ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ വർണ്ണിക്കുന്നോ ആ സ്ഥലത്തൊക്കെ ചെന്നിരിക്കൂ. നിങ്ങളുടെ പക്കൽ സമയം ഉണ്ടെങ്കിൽ, ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പരമാവധി കേൾക്കൂ. പക്ഷേ ആ കേൾക്കുന്നത് കൊണ്ട് മാത്രം തൃപ്തനാകരുത്. ശ്രവണത്തെ തുടർന്ന് മനനം സാധ്യമാകണം. കേട്ടതിനെ ചിന്തിച്ചു നോക്കണം. ഈ ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇത് ശരിയാണോ? ഇതിന് എതിർയുക്തി എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് ആ സ്വഭാവം ഇവിടെ ഇരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതലുള്ളത് ലാൽ സാറിനാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, ഞാൻ കുറ്റം പറയുകയില്ല, അങ്ങനെ തന്നെ വേണം. കാരണം ഇതിന് എതിർയുക്തി ചിന്തിക്കുന്നവന് ഈ തത്വം അതിവേഗം തെളിഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ബാലകൃഷ്ണൻ നായർ സാറ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ സംസാരിക്കുമ്പോൾ പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും, നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും എതിർയുക്തി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് വീട്ടിൽ ചെന്ന് നല്ലതുപോലെ ആലോചിക്കുക. അങ്ങനെ എന്തെങ്കിലും എതിർയുക്തി കിട്ടിയാൽ ഒരു പേപ്പറിൽ എഴുതി ഇവിടുത്തെ ഓഫീസിൽ ഏൽപ്പിക്കുക. നമുക്ക് ആ ചോദ്യത്തിന് പരിഹാരം കാണാം അടുത്ത ക്ലാസ്സിൽ. കാരണം ഈ ആത്മാവിനെ നിങ്ങൾ നിഷേധിക്കാൻ ശ്രമിക്കും തോറും, ചുമ്മാതെയല്ല, യുക്തിയുക്തമായി അന്ധമായിട്ട് നിഷേധിക്കില്ല. ആത്മാവ് മണ്ണാങ്കട്ട അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ വെറും കെട്ടുകഥയാണ്. അങ്ങനെ തള്ളിക്കളയാതെ ഈ ആത്മാവ് ഉണ്ട് എന്ന് ആത്മസാന്നിധ്യത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്ന വിവരണങ്ങളിൽ എന്തെങ്കിലും അപാകത, പിഴവ്, അവിടെ എന്തെങ്കിലും പാളിച്ച, അതായത് കുറ്റം കണ്ടുപിടിക്കണം. ജ്ഞാനികൾ അല്ലെങ്കിൽ മഹർഷിമാരുടെ വാക്കിൽ അതിന് എതിർയുക്തി, അവർ യുക്തിയുക്തമായിട്ടാണ് സംസാരിക്കുന്നത്, അതിന് എതിർയുക്തി എന്തെങ്കിലും ഉണ്ടോ, എതിർയുക്തി കണ്ടുപിടിക്കണം എന്ന വീറോടും വാശിയോടും കൂടി നിങ്ങൾ ചിന്തിച്ചാൽ ഈ ആത്മതത്വം കൂടുതൽ കൂടുതൽ ഉറച്ചു കിട്ടും. ഇതാണ് അതിനുള്ള വഴി. അല്ലാതെ അവർ പറയുന്നത് അതുപോലെ അംഗീകരിച്ചാൽ അതും മതി. പക്ഷേ എതിർക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നിർബന്ധിതരാകും. അതിനാണ് ശക്തി കൂടുതൽ. അതുകൊണ്ട് എതിർയുക്തി തർക്കിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. തർക്കിക്കാൻ പറ്റുമോ? എന്നോടല്ല, വസിഷ്ഠ മഹർഷി പറയുന്ന കാര്യങ്ങൾ എന്നോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ വെറും ഒരു പാവപ്പെട്ട സ്വാമി, ആ സ്വാമി അല്ലെങ്കിൽ ഈ സ്വാമിയാണ് ഞാൻ. എന്നോട് വെറുതെ തട്ടിക്കയറിയിട്ട്
കാര്യമില്ല. ഈ വേദാന്തം നിരത്തുന്ന യുക്തികളിൽ നിങ്ങൾക്ക് ആ യുക്തികൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് തല പുകഞ്ഞ് ആലോചിക്കുക. തല പുകയും തോറും എത്ര കണ്ട് നിങ്ങളുടെ തല പുകയുന്നുവോ, എന്തിന് എതിർ യുക്തി കണ്ടുപിടിക്കാനായി എത്ര കണ്ട് നിങ്ങൾ തല പുകഞ്ഞ് ആലോചിക്കുന്നുവോ അത്ര കണ്ട് ബുദ്ധി തെളിയും, ആത്മാവ് പ്രകാശം. കാരണം ബുദ്ധിയാണ് ഈ തീരുമാനമെടുക്കേണ്ടത്. ഏത് തീരുമാനം? ഞാൻ ബ്രഹ്മമാണ്. അത് എതിർ യുക്തികളിലൂടെ ഈ സത്യത്തെ ബുദ്ധിക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ബുദ്ധി എത്തിച്ചേരുമ്പോൾ അത് ഇതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളും. അതെ, ഈ ഋഷിമാരും ഉപനിഷത്തുകളുമൊക്കെ പറയുന്നത് സത്യമാണ്. കാരണം എനിക്ക് അതിനൊരു എതിർയുക്തി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ബ്രഹ്മം തന്നെ. സമ്മതിച്ചേ പറ്റൂ. ബുദ്ധി സമ്മതിച്ചാൽ നമ്മളും സമ്മതിക്കും. ബുദ്ധി അംഗീകരിക്കാതിരുന്നാൽ നമ്മളും അംഗീകരിക്കാൻ തയ്യാറാവില്ല. എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയിലുള്ള ആത്മാവിൻ്റെ നിഴലാണ് ഈ ഞാനെന്ന് പറയുന്നത്, ജീവഭാവം. അതുകൊണ്ട് ബുദ്ധിക്ക് പരമപ്രാധാന്യം നൽകുക. ബുദ്ധിയെ ഒരിക്കലും അടിയറവ് വയ്ക്കരുത്, ബുദ്ധിയെ പണയപ്പെടുത്തരുത്. ചിന്തിക്കുക വിവേകം കലർന്ന ബുദ്ധിയോടുകൂടി. ബുദ്ധി ജീവികളുടെ ബുദ്ധിയല്ല. കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? അയാൾ കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ ആ ഓ അതൊക്കെ കമ അല്ല, വ്യഞ്ജനാക്ഷരങ്ങളല്ല, അതൊക്കെ സ്വരാക്ഷരങ്ങളാണ്. ആ ഓ അങ്ങനെയൊക്കെ പറയണ്ടേ? ഓ അങ്ങനെയാണോ? അപ്പോൾ ഈ കമ എന്നുള്ള അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളിൽ ഏതെങ്കിലും അദ്ദേഹം മിണ്ടുന്നു എന്നുള്ള ഒരർത്ഥം വരില്ലേ? പക്ഷേ ഈ കമ എന്നൊരക്ഷരം മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ് അർത്ഥം? 2 ദിവസത്തിന് മുമ്പ് വാട്സപ്പിൽ വന്ന ഒരു ഇൻഫർമേഷനാണ്. എന്താണ് ഈ കമ എന്ന് പറഞ്ഞാൽ? കടപയാതി സൂത്രമുണ്ട്. അതായത് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യ കൊടുത്ത് അങ്ങനെയുള്ള ഒരു സമ്പ്രദായമുണ്ട്. അതിൽ ആ ആ ഈ ഊ ഊ, പിന്നെ അവസാനം ക ഖ ഗ ഘ ങ, അവസാനം യാ ര ല വ ശ ഷ സ ഹ. ഓരോ അക്ഷരത്തിനും ഓരോ പ്രത്യേക സംഖ്യകൾ നൽകുന്ന ഒരു സമ്പ്രദായമുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കും. ആ സംഖ്യകൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് കടപയാതി സൂത്രം എന്ന് പറയുന്നത്. അപ്പം തൽക്കാലം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യകൾ നൽകിയിട്ടുണ്ട്. അതിൽ ക എന്നുള്ള അക്ഷരത്തിൻ്റെ സംഖ്യ അല്ല ആ സംഖ്യ എന്ന് പറയുന്നത് 1 മ എന്ന് പറഞ്ഞാൽ 5. കമ എന്ന് പറഞ്ഞാൽ 15 എന്നാണ് അർത്ഥം. കടപയാതി സൂത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾക്ക് ഓരോ സംഖ്യ കൊടുത്തിട്ട് അതിനെ തിരിച്ചിടണം. അപ്പോൾ 15 എന്നുള്ള സംഖ്യ കിട്ടിയാൽ അതിനെ തിരിച്ചിടണം എന്ന് പറഞ്ഞാൽ ചൊറിച്ചു മല്ലണം എന്നർത്ഥം. തിരിച്ച് വായിക്കണം. അറബി വായിക്കുന്ന പോലെ 51, മലയാളത്തിൽ 51 അക്ഷരങ്ങളാണുള്ളത്. ആ 51 അക്ഷരങ്ങളിൽ ഒരൊറ്റ അക്ഷരം പോലും അയാൾ മിണ്ടിയില്ല എന്നാണ്. അതാണ് കമ എന്നുള്ള അക്ഷരം. കമ എന്ന ഒരക്ഷരം മിണ്ടിയില്ല എന്ന് പറയുന്നത്. അത് 2 ദിവസത്തിന് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. അത് നിങ്ങൾ കണ്ടായിരുന്നു? ഇപ്പം കാണാത്തവരുടെ അവർക്ക് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്നു. കടപയാതി സൂത്രം. ഇതുപോലെ വേറൊരു പഴഞ്ചൊല്ലുണ്ട്, അംഗവും കാണാം താളിയും ഓടിക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരേ സമയത്ത് 2 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരേ സമയത്ത് 2 കാര്യങ്ങൾ ചെയ്യുക. അല്ല, ഈ അംഗവും കാണാൻ താളിയും ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ്. ഒരാൾ ഒരു കളരി, അപ്പോൾ ആ കളരി ആശാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കും കളരിപ്പയറ്റ്. അപ്പോൾ ഈ കളരിപ്പയറ്റ് കാണണം. അപ്പോൾ പൊക്കമുള്ള മതിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ മതിലിൻ്റെ തൊട്ടടുത്തായിട്ട് മതിലിന് വെളിയിലായിട്ട് ഈ താളി മരമുണ്ട്. നമ്മൾ താളിയില എടുക്കാറുണ്ടല്ലോ, ആ മരം ഈ
മതിലിൻ്റെ അടുത്തിരിപ്പുണ്ട്. ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇയാൾ വന്ന് താളി ഓടിക്കാൻ, ആ ഇല പറിക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോഴാണ് അടുത്തൊരു കളരി, അകത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ കളരി പയറ്റം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് ഇയാൾക്ക് ആഗ്രഹം ഉണ്ടായി. ഇയാൾ ഈ താളി മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. അതിൻ്റെ ഉയരത്തിലുള്ള, നല്ല പൊക്കത്തിലുള്ള ഒരു ശിഖരത്തിൽ കയറിയിരുന്നിട്ട് അവിടെ നിന്ന് ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണുന്നത് പോലെ മോളിൽ നിന്ന് ഈ കളറി പയറ്റ് കണ്ടു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ ഇല പറിച്ചു ഇട്ടുകൊണ്ടിരുന്നു. കാരണം ഇല പറിക്കാൻ വേണ്ടി വന്നവനാണ്, കളറി പയറ്റ് കാണാൻ വേണ്ടി വന്നവനല്ല. അപ്പോൾ അവിടെ കുറേ നേരം കളറി പയറ്റ് കഴിഞ്ഞു, അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഇയാൾ ഇല, ആവശ്യത്തിനുള്ള ഇല ഇങ്ങനെ പറിക്കാൻ, ഇലയിലേക്ക് നോക്കണമെന്നില്ലല്ലോ, ഇല ഇങ്ങനെ പറിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഒരേ സമയത്ത് കളരിപ്പയറ്റും കണ്ടു, താളി ഇലയും പറിച്ചു. ഇതാണ് അംഗവും കാണാം താളിയും ഓടിക്കാം. ഇങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. പലതിൻ്റെയും ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്പത്തി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഈ കാമാക്ഷി എന്നുള്ളതിന് ഞാനൊരു അർത്ഥം കേട്ടിട്ടുള്ളത്, ഈ മീൻ അതിൻ്റെ മുട്ടകളെ വിരിയിക്കുന്നത്, അത് മീൻ ഇങ്ങനെ വെള്ളത്തിൽ മുട്ടയിട്ടിട്ട് അതിനെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പലത് സങ്കല്പമാവാം, അങ്ങനെ ആവണമെന്നില്ല. കുറേ നേരം ആ മാതൃഭാവത്തോടുകൂടെ, വാത്സല്യ ഭാവത്തോടുകൂടെ ആ മുട്ടകളെ ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുട്ടയിൽ നിന്ന് മീൻ കുഞ്ഞുങ്ങൾ പുറത്തു വരും. ആശയോടുകൂടി നോക്കുക. അതുപോലെ ഭക്തന്മാരാകുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ദേവി, അവർക്ക് നല്ലത് വരണം, അവർക്ക് ഒരു കുറവും ഉണ്ടാകരുത്, എല്ലാ സമ്പദ് സമൃദ്ധിയും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നോക്കുന്ന കണ്ണുകളോടുകൂടിയവളായതുകൊണ്ടാണ് കാമാക്ഷി എന്ന് പറഞ്ഞത്. വിശാലാക്ഷിയുണ്ട്, വിടർന്ന കണ്ണുകൾ, മീനാക്ഷി. ആ മീനാക്ഷി എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. മീനിൻ്റെ കണ്ണുകൾ വട്ടത്തിലാണ്. മീനാക്ഷി എന്നുള്ളതിന് മീനിൻ്റെ ശരീരാകൃതി, അത് നീണ്ടതാണല്ലോ മീനിൻ്റെ, അതുപോലെ നീണ്ട കണ്ണുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ അതിന് വേറൊരു അർത്ഥമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, മീനാക്ഷി. കാമാക്ഷി എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ നോട്ടം കൊണ്ട്, കടാക്ഷം കൊണ്ട് തന്നെ നിറവേറ്റുന്നവൾ, അല്ലാതെ കാമം കലർന്ന കണ്ണുകളോടുകൂടി നോക്കുന്നവൾ എന്നല്ല. വിശാലമായ അക്ഷികളോട് കൂടിയവൾ വിശാലാക്ഷി. കാഞ്ചിയിൽ കാമാക്ഷി, കാശിയിൽ വിശാലാക്ഷി. ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ, മധുരയിൽ മീനാക്ഷി. മധുര മീനാക്ഷി, കാശി വിശാലാക്ഷി, കാഞ്ചി കാമാക്ഷി. വിശ്വനാഥനാണ് അവിടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കാശി വിശ്വനാഥൻ, അവിടുത്തെ ദേവിയാണ് വിശാലാക്ഷി. അന്നപൂർണി, കയ്യിൽ ഒരു തവിയും വെച്ചോണ്ടിരിക്കുകയാണ്. തവിയോ സ്പൂണോ എന്ന് പറഞ്ഞാൽ തൻ്റെ കുഞ്ഞുങ്ങളായ ജീവജാലങ്ങൾ ആരും പട്ടിണി കിടക്കരുത്, എപ്പോഴും ആഹാരം വിളമ്പാൻ തയ്യാറായി നിൽക്കുന്ന ലോകമാതാവ് എന്ന അർത്ഥത്തിലാണ്. ആ ആശയം നമ്മുടെ ഉള്ളിൽ തോന്നിക്കാനാണ് ഈ കയ്യിൽ സ്പൂണോ അല്ലെങ്കിൽ തവിയോ വെച്ചോണ്ടിരിക്കുന്ന ഒരു ദേവിയായി ചിത്രീകരിക്കും. അന്നപൂർണി, എപ്പോഴും അന്നം എന്ന് പറഞ്ഞാൽ ചോറെന്ന് മാത്രമല്ല, ഭക്ഷണം, ആഹാരം, എപ്പോഴും ജീവജാലങ്ങൾക്ക് അന്നം നൽകുന്നവൾ, അന്നം എത്തിക്കുന്നതിൽ അതീവ തത്പരയായ മാതാവ് എന്നുള്ള അർത്ഥത്തിലാണ് അന്നപൂർണി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സുഷുപ്തിയിൽ അജ്ഞാനത്തിനും ആ ഉറക്കത്തിലെ സുഖം എന്ന അനുഭവത്തിനും സാക്ഷിയായി നിലകൊള്ളുന്നതാണ് ഈ ആത്മാവ്. പ്രത്യേകാത്മഭാമാത്രം, ആ അനുഭവത്തെ നമുക്ക് അറിയിച്ചു തരുന്നത് ഈ പരമാത്മാവാണ്. ജീവൻ സുഖമായി ഉറങ്ങി എന്ന അറിവ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ജീവന് ഈ ആത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സുഖമായി ഉറങ്ങി എന്നുള്ള ഒരറിവ് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരാൾക്ക് ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ ഞാനിനെ പോലും പ്രകാശിപ്പിച്ചു തരുന്ന, ഞാനിൻ്റെ ലയത്തെയും അറിയിച്ചു തരുന്ന ഒരു പ്രകാശമാണ് ഈ ആത്മാവ്. വിഷയഭാനമാത്രം ബാഹ്യ വിഷയങ്ങളെയും ഉള്ളതായി
അറിയിച്ചു തരുന്നത്. ഒന്നുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഒരു വസ്തു ഉള്ളതായിരിക്കുന്ന നില വേറെ, അതിനെ ഉണ്ടെന്നറിയുന്ന നില വേറെ. ഇത് രണ്ടും രണ്ടാണ്. അസ്ഥി ഭാതി പ്രിയം. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഭാതി എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അറിയുന്നു, അല്ലെങ്കിൽ അത് ഉള്ളതായി പ്രകാശിക്കുന്നു. അപ്പം അതിനെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അത് ഉള്ളതായി തീരൂ. ലോകത്തിൽ എന്ത് വേണമെങ്കിലും ഉള്ളതായിക്കോട്ടെ, ആ ഉള്ള ഒന്നിനെയും അറിയാൻ ആളില്ലെങ്കിൽ ആർക്കാണ് അവയുണ്ടാവുക? ഒന്ന് ഉള്ളതായി തീരുന്നത് അത് അറിയപ്പെടുമ്പോൾ മാത്രമാണ്. അതായത് ബോധം ഒന്നിനെ ഉണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ, ബോധ സാന്നിധ്യത്തിൽ മാത്രമാണ് എന്തും ഉള്ളതായി തീരുന്നത്. അതുകൊണ്ട് ഈ ബോധത്തെ ശുദ്ധമായ ഉണ്മ, അസ്തിത്വം, സാന്നിധ്യം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ശുദ്ധമായ ഉണ്മ എന്ന് പറഞ്ഞാൽ അശുദ്ധമായ ഉണ്മയുണ്ടോ? ആ അർത്ഥത്തിലല്ല. ശുദ്ധമായ ഉണ്മ എന്ന് പറഞ്ഞാൽ എന്തിനേയും ഉള്ളതാക്കി തീർക്കാൻ കഴിവുള്ള വസ്തു. ജഡത്തിന് ജഡമില്ല, ജഡം സ്വയം ഞാൻ ജഡമാണ് എന്നറിയുന്നില്ല. അനുഭവം ഇല്ലാത്തതിനെയാണ് ജഡം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജഡങ്ങളൊക്കെ ബോധ സാന്നിധ്യത്തിലാണ് ഉള്ളവയായി തീരുന്നത്. ആ ജഡത്തെ ഉണ്ട് എന്ന് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ജീവനെ കൊണ്ട് അനുഭവിപ്പിക്കുന്നതേതോ അത് ശുദ്ധമായ ഉണ്മ സ്വരൂപമായ ഒന്നായിരിക്കണം. അതിനെയാണ് ചിത്ത്, ആത്മാവ്, ബ്രഹ്മം, യഥാർത്ഥ ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിഷയഭാനമാത്രം വാ സർവേഷാം ഭാസത ഏവേദി. എല്ലാവരുടെ ഉള്ളിലും ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട്, എല്ലാവർക്കും പ്രപഞ്ചാനുഭവവും ഉണ്ട്. ഈ രണ്ട് അനുഭവങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ഒരേ ആത്മപ്രകാശമാണ്. അതിനെ എങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റും? അതിനെ ആർക്ക് നിഷേധിക്കാൻ പറ്റും? ആരാ നിഷേധിക്കുന്നത്? ഒരു നാസ്തികനോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ അസ്തിത്വത്തിൽ സംശയിക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കും ആത്മാവില്ല എന്ന് പറയുന്നത്. ഓക്കെ, ആത്മാവില്ല എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഉള്ളിലെ ഞാൻ ഭാവത്തെ ഈ ആത്മാവാണ് പ്രകാശിപ്പിക്കുന്നത്. തൻ്റെ അച്ഛനെ തനിക്ക് അച്ഛനില്ല എന്ന് പറയുന്നത് പോലെയാണ്. അച്ഛനില്ലാതെ താൻ എങ്ങനെ ജനിച്ചു? അച്ഛനില്ലാതെ ഒരു കുഞ്ഞും ജനിക്കില്ല. ബോധമാകുന്ന തത്വത്തിൽ നിന്ന് വെറുതെ പൊന്തിയതാണ് ഈ ഞാൻ ഭാവം. ഈ ഞാൻ ഭാവം തൻ്റെ ഉറവിടമായ ബോധത്തെ നിഷേധിക്കുകയോ, എത്ര അഹങ്കാരം ഉണ്ടെങ്കിലാണ് ഈ ആത്മതത്വത്തെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയുക? തൻ്റെ ഉത്പത്തി സ്ഥാനം, തൻ്റെ അധിഷ്ഠാനം, അതിനെ ഇല്ല എന്ന് പറയുന്നു. ഏതുള്ളത് കൊണ്ടാണോ ഓരോ ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നത്, ആ ഞാനിനെ പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉള്ളതാക്കി തീർക്കുന്ന അതിൻ്റെ അധിഷ്ഠാനത്തെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? നിഷേധിക്കരുത്, നിഷേധിക്കാൻ പാടില്ല. അതിൽ പരം ദൈവനിന്ദ വേറെയില്ല. ഏറ്റവും വലിയ ഈശ്വര നിന്ദയാണ് ഈശ്വരനില്ല എന്ന് പറയുന്നത്. ഈശ്വരൻ്റെ വിഗ്രഹം വേണമെങ്കിൽ നിങ്ങൾ തല്ലിപ്പൊട്ടിക്കോളൂ, അമ്പലങ്ങൾ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരപ്പാക്കിക്കോളൂ. പക്ഷെ ഈശ്വരനില്ല എന്ന് സങ്കല്പിക്കുകയോ ആ ആശയത്തെ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. തൻ്റെ അച്ഛനെ തള്ളിപ്പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ തൻ്റെ മാതാവിനെ തള്ളിപ്പറയുന്നത് പോലെയാണ്. ഏത് അമ്മയുടെ ഉദരത്തിലാണോ താൻ കിടന്നിരുന്നത് 10 മാസം, ആ അമ്മയെ നിങ്ങളൊന്നുമല്ല എൻ്റെ മാതാവ്, നിങ്ങൾ എൻ്റെ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? മാതൃത്വത്തിനും പിതൃത്വത്തിനും തെളിവ് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അവനേക്കാളും നികൃഷ്ടനായ പുത്രൻ ത്രിഭുവനങ്ങളിലും ഉണ്ടാവില്ല. അമ്മയെ കുഞ്ഞ് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ചെറിയ കുഞ്ഞ്, കൈക്കുഞ്ഞ്
അതിൻ്റെ അമ്മ എടുക്കുമ്പോൾ തന്നെ അമ്മയാണ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കി കരച്ചിൽ നിർത്തുന്നത്? വേറെ ഏതെങ്കിലും സ്ത്രീ എടുത്തു കഴിഞ്ഞാൽ അത് കരയാൻ തുടങ്ങും. അമ്മയെ കുഞ്ഞ് തിരിച്ചറിയണം. അത് എങ്ങനെ, അതിനുള്ള കഴിവ് എവിടുന്ന് കിട്ടി ആ കുഞ്ഞിന്, അതൊന്നും നമ്മുടെ വിഷയമല്ല. തിരിച്ചറിയുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ അമ്മയാണ് ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ച്, കുഞ്ഞെ ഇതാണ് നിന്റെ അച്ഛൻ. അച്ഛനെ കാണിച്ചു തരുന്നത് അമ്മയാണ്. ശ്രുതി മാതാവാണ് നമ്മുടെ പിതാവായ പരമാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രുതി അമ്മയാണ്, വേദമാതാവ്. ആത്മതത്വത്തെ വ്യക്തമായി വിവരിച്ചു തരുന്നത് ഈ മാതാവാണ്. കുഞ്ഞെ, നിന്റെ അച്ഛൻ പരമാത്മാവാണ് എന്ന വസ്തുത ജീവന്മാരെ മനസ്സിലാക്കി കൊടുക്കുന്നത് ഈ ശ്രുതി മാതാവാണ്. ആ ശ്രുതിയെ വിശ്വസിക്കാത്തവർ, ആ വേദങ്ങളെ അംഗീകരിക്കാത്തവർ, അവരെ എന്തു പറയാൻ, അവരെ ഒന്നും വിശേഷിപ്പിക്കാൻ നമ്മുടെ ഭാഷയിൽ വാക്കുകളില്ല. അത്രയേ ഉള്ളൂ. ഇവരൊക്കെ മനുഷ്യരാണോ എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ശിവാനന്ദ ലഹരിയിലാണെന്ന് തോന്നുന്നു. കുപുത്രോ ജായേത ക്വചിതപി കുമാതാനഭവതി. കൊള്ളരുതാത്ത കുട്ടികളുണ്ടാവാം, നന്ദികെട്ട മക്കളുണ്ടാവാം. പക്ഷേ നന്ദികേട് കാണിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ ഉപേക്ഷിക്കുന്ന ദുഷ്ട മാതാവ് ഒരിക്കലും ഉണ്ടാവില്ല. അമ്മ എന്നും തൻ്റെ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് തന്നെ അതിനെ രക്ഷിക്കാൻ മാത്രമേ ഏത് മാതാവും തയ്യാറാവുകയുള്ളൂ. അതിനെ ഉപേക്ഷിക്കാൻ ഒരു മാതാവും തയ്യാറാവില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ പാപം ചെയ്യുന്നവൻ ജഗദീശ്വരനാണ്. തന്നിൽ നിന്നുണ്ടായ പ്രപഞ്ചത്തെ തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്നു. ഏറ്റവും വലിയ ക്രൂരത ഈശ്വരനാണ് കാണിക്കുന്നത്. അദ്ദേഹം സൃഷ്ടിച്ച പ്രപഞ്ചത്തെയും ജീവന്മാരെയും അദ്ദേഹം തന്നെ തൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്നു, യാതൊരു കാരുണ്യവും കൂടാതെ. പക്ഷേ അത് പരമകാരുണ്യത്തിൻ്റെ ലക്ഷണമാണ്. കാരണം തന്നിൽ നിന്ന് അന്യമായി വേർപെട്ട് നിന്നാൽ ആ ജീവൻ ദുഃഖിക്കും. ഈ ഭേദചിന്ത ജീവൻ്റെ ഉള്ളിലുണ്ടായാൽ ദുഃഖിക്കും എന്ന് വിചാരിച്ച് തന്നോട് തന്നെ ചേർക്കുകയാണ് ആ പരമകാരുണികനായ ഭഗവാൻ ചെയ്യുന്നത്. അത് ഭക്ഷിക്കുകയല്ല, ആ ജീവന് മോക്ഷം നൽകുകയാണ് ചെയ്യുന്നത്. തന്നോട് ചേർത്ത് ഒന്നാക്കി തീർക്കുക. 11:30 മണിയായി. ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം പോലും പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അത് ഇതുമൊക്കെ പറഞ്ഞ് കുറേ സമയം പോയി. സാരമില്ല, നമുക്ക് നാളെ കുറേ ശ്ലോകങ്ങളെങ്കിലും വായിക്കാൻ ശ്രമിക്കാം.